രാശിനിഷ്ഠമായിട്ടുള്ള വൈകല്യങ്ങളെയും പിന്നെ രാശികളിൽ പാപഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന വൈകല്യങ്ങളെയും ആ തരത്തിൽ ഉള്ള വൈകല്യ ലക്ഷണങ്ങളെ യുക്തിസഹമായിട്ട് ഏത് രാശിയാണോ ആ രാശിയുടെ സ്വഭാവം ഏതാണോ ആ സ്വഭാവത്തിന് സദൃശമായ വൈകല്യം കുട്ടിയിൽ ജനിക്കുന്ന കുട്ടിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു നിയമം. ഇത് 4 നിയമങ്ങൾ മാത്രമാണ് നമുക്ക് ഇപ്പോ ഒരു സൂചകങ്ങളായിട്ട് സൂചകങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള ഈ 4 നിയമങ്ങളിൽ നിന്ന് രാശിയുടെ സ്വഭാവത്തെയും ആ രാശിയുടെ സ്വഭാവത്തിൽ നിന്ന് ജാതമാവുന്ന വൈകല്യങ്ങളെയും ഏതു തരത്തിലാണോ ശുഭഗ്രഹങ്ങൾ രാശിയെ പുഷ്ടമാക്കുന്നത് അതേപോലെ തന്നെയാണ് പാപഗ്രഹങ്ങളെ കൊണ്ട് സ്വന്തം അധിപതിയല്ലാത്ത പാപഗ്രഹങ്ങളെ കൊണ്ട് രാശി ബലവത്തായ രാശിയാണെങ്കിലും അതാണ് പിന്നെ കുബ്ജ സ്വക്ഷേ ശശിനി എന്ന് പറയാൻ കാരണം. ഇപ്പൊ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബലവാനാണെങ്കിൽ പോലും പാപഗ്രഹത്തിന്റെ സമ്പർക്കം വരുന്ന സമയത്ത് ആ രാശിക്ക് അനുരൂപമായിട്ടുള്ള വൈകല്യങ്ങൾ ബാക്കി നമ്മൾക്ക് ഊഹിച്ച് ഗ്രഹിക്കാവുന്നതാണ്. ഈ ഒരു നിയമത്തിലൂടെ തന്നെയാണ് രോഗാദി വിഷയങ്ങളും നമുക്ക് ചിന്തിക്കാൻ സമർത്ഥമായി തീരുന്നത്. രോഗാദി വിഷയങ്ങളും ഇതേ നിയമത്തിലൂടെ തന്നെയാണ് ഏത് ഭാഗത്ത് ഏത് അവയവത്തിൽ രോഗങ്ങൾ വരും, ഏത് രോഗത്തോടു കൂടിയായിരിക്കും ജനിക്കുന്നത്. ഇപ്പൊ നേരത്തെ നമ്മള് പറഞ്ഞല്ലോ മീനരാശിയാവുന്ന സമയത്ത് കാലുകൾക്കാണ്. അപ്പൊ രോഗവിഷയമായ പ്രശ്നത്തിലാണെങ്കിൽ അത് കാലപുരുഷന്റെ പാദമായിട്ടുണ്ടാവുന്ന മീനരാശി പാപയുക്തമാവുന്ന സമയത്ത് പാദവൈകല്യമാണ് എന്ന് പറയുന്ന പോലെ യുക്തിസഹമായിട്ട് പിന്നീട് ബാക്കി എല്ലാ രാശികളെ സംബന്ധിച്ചും നമ്മൾക്ക് ഇങ്ങനെ മുതലായിട്ടുണ്ടാവുന്ന വിഷയങ്ങളിൽ നമ്മൾക്കൊരു സൂചന തരുന്നതാണ് എന്ത്? സന്ധു പാപേ. പാപഗ്രഹങ്ങൾ സന്ധിയിൽ നിൽക്കുമ്പോൾ സന്ധോ പാപേ ശശിനിച്ച ജഡ, അവിടെ ജഡത്വം അഥവാ ജലത്വം അനുഭവിക്കുന്നു. അപ്പം ബുദ്ധിമാന്യം, മാനസികമായിട്ടുള്ള വൈകല്യങ്ങള് ഇത്യാദി കാര്യങ്ങൾക്കെല്ലാം ഗ്രഹങ്ങളുടെ സന്ധിയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്തുള്ള സ്ഥിതി ആ ബുദ്ധിമാന്യം മുതലായിട്ടുണ്ടാവുന്ന വൈകല്യങ്ങൾക്ക് കാരണമാക്കിയിരുന്നു. നിഷേക പ്രകരണത്തിൽ അച്ഛന്റെയും അമ്മയുടെയും മാതൃജന്യമായിട്ടോ പിതൃജന്യമായിട്ടോ ഉണ്ടാവുന്ന ദുരിതങ്ങൾ സ്വജന്യങ്ങളായിട്ടുണ്ടാവുന്ന ദുരിതങ്ങളെ ശക്തമാക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അച്ഛന്റെ പാരമ്പര്യത്തിലും അമ്മയുടെ പാരമ്പര്യത്തിലും വരുന്ന പാപങ്ങൾ, എന്ത് പാപങ്ങൾ? കർമാർജിതമായ പാപങ്ങൾ. കർമാർജിതമായ പാപങ്ങൾ അനുഭവിക്കാൻ യോഗ്യമായ ആത്മാവാണ് ആ ഗർഭപാത്രത്തിലേക്ക് പതിക്കുന്നത്. അത് വളരെ സെലക്റ്റീവാണത്. ഈ തരത്തിലുള്ള സമയത്ത് അതിൽ മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഈ നിഷേകാദി കാര്യങ്ങൾ ചെയ്യാൻ ധർമ്മശാസ്ത്രം അനുവദിക്കാത്ത തരത്തിലുള്ള മുഹൂർത്തങ്ങളുണ്ട്. ആ കാലങ്ങളിലൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ആ കുഞ്ഞുങ്ങളിലും അത് ആ സമയത്തിന്റെ പ്രാധാന്യമാണോ എന്ന് ചോദിച്ചാൽ സമയത്തിന്റെ പ്രാധാന്യമാണ്. പക്ഷെ അതിന് കാരണമായി തീരുന്നത് എന്താ? പൂർവാർജിതമായിട്ടുള്ള പാപം തന്നെയാണ്. അതാണ് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ എന്ന് പറഞ്ഞല്ലോ. പൂർവജന്മാർജിതമായിട്ടുള്ള ആ പൂർവം എന്ന് പറയുന്നത് 3 തരത്തിലാണ് ചിന്തിക്കേണ്ടത്. ഒന്ന് അച്ഛന്റെ പാരമ്പര്യ പാപങ്ങള്, അമ്മയുടെ പാരമ്പര്യ പാപങ്ങള്, അതിനെ സ്വീകരിക്കാൻ പ്രാപ്തമായിട്ടുള്ള സ്വന്തം പൂർവജന്മത്തിലെ സ്വജന്മനി എന്ന് പറഞ്ഞുകൊണ്ട്
സ്വന്തം ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള പൂർവ്വജന്മത്തിൽ ഉണ്ടായിട്ടുള്ള പാപാംശങ്ങളുമാണ്. അപ്പം ഇപ്പം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സമ്മതിച്ചു. വളരെ കാലമായിട്ട് ഇങ്ങനെ ഒരു വാദഗതി ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇല്ലായിരുന്നു. ഇപ്പൊ വൈദ്യശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നു, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ രോഗം ആ കുഞ്ഞിൽ ജനിക്കുന്നത്. ഇപ്പൊ ഒരു 50 വയസ്സിലാണ് ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാവുന്നത് എങ്കിൽ 50 വയസ്സിലല്ല ആ രോഗം സൃഷ്ടിക്കപ്പെട്ടത്, അത് ജന്മനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ രോഗത്തെ ശക്തമാക്കുന്ന തരത്തിലുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ അത് പിന്നീട് ഈ 50 വയസ്സ് വരെയുള്ള ആ വ്യക്തിയുടെ ജീവിതചര്യകളിൽ ആ വ്യക്തി അനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ, ഭക്തിമാർഗങ്ങൾ, ആഹാര ക്രമീകരണങ്ങൾ മുതലായിട്ടുള്ള വിഷയങ്ങളിലൂടെ ഇതിനെ വർദ്ധിപ്പിക്കാം, കുറയ്ക്കാം. അതാണ് ജാതകം എന്ന് പറയുന്ന വിഷയം. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളുടെ ജാതകം എഴുതി വായിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകള്, ഈ ഇത്രാമത്തെ വയസ്സിൽ ഈ കുഞ്ഞിന് ഇങ്ങനെ അസുഖം വരാം എന്നുള്ളത് അച്ഛനമ്മമാരെ, രക്ഷകർത്താക്കളെ അറിയിക്കേണ്ടതുണ്ട്. അല്ല, ഇതെല്ലാം അനുയോജ്യമായിട്ട് വരുന്നതാണ്. ആ മുഹൂർത്തത്തിന്റെ മാത്രം ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഹൂർത്തത്തിന്റെ ഒരു പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, മുഹൂർത്തത്തിന്റെ ശക്തി എന്താന്ന് വെച്ചാൽ, ഇപ്പം എന്റെ പൂർവാർജിതമായിട്ട്, എന്റെ കർമാർജിതമായിട്ട് പൂർവജന്മാർജിതമായ ദുരിതം ഉണ്ടെന്ന് വെക്കാം. അത് അറിയാൻ എന്താ മാർഗം? ജ്യോതിഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ജ്യോതിഷം മാത്രമേ ഉള്ളൂ. മറ്റൊരു ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടും ഇതിന്റെ ഒരു അവബോധം മനുഷ്യന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു ജ്യോതിഷ ചിന്ത ചെയ്ത് എന്റെ ജാതകജന്യമായ പൂർവാർജിതമായ കാര്യങ്ങളൊക്കെയാണല്ലോ ജാതകത്തിൽ വ്യക്താവ്. ആ കാര്യങ്ങൾ ഞാൻ അറിയുകയാണ്. പൃഷ്ടാവ് അഥവാ ജാതകൻ അതറിയുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നോട് ഞാൻ ചെന്നിട്ട് കൺസൾട്ട് ചെയ്യുന്ന ജ്യോതിഷക്കാരൻ എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന പ്രായത്തിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, അഥവാ ശാരീരികമായിട്ടുള്ള ഇന്ന രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അവബോധം, അതിന്റെ ജ്ഞാന ദർശനം എനിക്ക് ജ്യോതിഷത്തിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് വേണം? ബാക്കിയുള്ള എൻ്റെ ജീവിതകാലം, ഇപ്പോൾ 50 വയസ്സിലാണ്, 40 വയസ്സിലാണ് ഞാൻ ഈ സത്യം അറിയുന്നത്. ബാക്കിയുള്ള 10 വർഷത്തിൽ എനിക്ക് എൻ്റെ ആഹാരം ക്രമീകരിക്കാം, എൻ്റെ ദിനചര്യകൾ ക്രമീകരിക്കാൻ, എൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കാം. ഇതെല്ലാം ഈ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും. ആ സമയത്താണ് മുഹൂർത്തത്തിന്റെ പ്രാധാന്യം വരുന്നത്. ശുഭാശുഭ മുഹൂർത്തജം ജന്മാന്തരേപി എന്ന് പറഞ്ഞതുകൊണ്ട് ജന്മാന്തരത്തിലേക്ക് എന്ന് പറയുമ്പോ എവിടുന്ന് മുതൽ? ഞാൻ ആ കർമ്മം ചെയ്യുന്ന സമയം മുതൽ. ആ കർമ്മം ഞാൻ ഏത് സമയത്താണോ ചെയ്യുന്നത് അത് മുതൽ ജന്മാന്തരങ്ങൾ വരെ, അടുത്ത ജന്മത്തിലേക്ക് പോലും അതിന്റെ ഗുണദോഷങ്ങൾ എന്നിൽ. അപ്പം ഗുണം മാത്രമല്ല ദോഷവും വരും. അപ്പം ഒരു സന്താന ജനനം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ പ്രാപിക്കുന്ന സമയം, അപ്പൊ എനിക്കറിയാം എനിക്ക് ഇത്തരത്തിലുള്ള വൈകല്യങ്ങളോട് കൂടിയിട്ടുള്ള സന്താനം ജനിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്നതില്ല ജ്യോതിഷത്തിൽ നിന്നാണ്. ആ ജ്യോതിഷപ്രകാരം ഞാൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം, ഏറ്റവും ഭംഗിയായിട്ടുള്ള പരിഹാരം എന്താ? മുഹൂർത്തശാസ്ത്രമാണ്. അപ്പം എനിക്ക് ആചാരപ്രകാരം ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളും കാര്യങ്ങളും, ഭക്ഷണ ക്രമീകരണം, വൈദ്യശാസ്ത്രം പറയുന്നു ഭക്ഷണത്തിന്റെ ക്രമീകരണം പറയുന്നു, മറ്റ് ഈ സ്മൃതി മുതലായിട്ടുള്ള കാര്യങ്ങൾ, അനുഷ്ഠാനങ്ങളെ പറ്റി പറയുന്നു. അത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ശീലിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും നല്ല മുഹൂർത്തം നോക്കി സൃഷ്ടിക്ക് പ്രാപ്തമായ രീതിയിൽ, അത് കേവലം കാമ്യം മാത്രമല്ല, അവിടെ എന്റെ കാമം മാത്രമല്ല, എനിക്ക് ഉദ്ദേശമാണ് സന്താന ജനനം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ
അതിനാണ് നിഷേകത്തിന് മുഹൂർത്തം പറഞ്ഞല്ലോ. ആ അതെ അതെ. അപ്പൊ സേകത്തിന് മുഹൂർത്തം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം മാത്രമല്ല, സേകം എന്ന് പറയുന്ന മുഹൂർത്തം സന്താന ജനനത്തിന് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പൊ ആ കൃത്യമായ സമയം നോക്കി സന്താന ജന്മ ഉൽപ്പത്തി ഉണ്ടാവുകയാണെങ്കിൽ ആ സന്താനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷത്തെ കുറയ്ക്കാനുള്ള സാധ്യത വ്യക്തമായിട്ടുണ്ട്. അപ്പോ ആ തരത്തിൽ വേണം. ഇനിയിപ്പോ അഥവാ ഇത്തരത്തിലുള്ള വൈകല്യം ഉണ്ട്, സന്താനങ്ങൾക്കുണ്ട് എന്നറിഞ്ഞു, അത് എത്രാമത്തെ വയസ്സിലായിരിക്കും ഉത്ഭവിക്കുക എന്നും ജ്യോതിഷപ്രകാരം മനസ്സിലാക്കാം. ആ ജാതകത്തിൽ 3, 5, 7 മുതലായിട്ടുള്ള ദോഷദശാകാലഘട്ടങ്ങൾ, ആ ദശാകാലഘട്ടങ്ങൾ തന്നെ പാപഗ്രഹത്തിന്റെ ദശകളാവുക, ആ ദശകൾ തന്നെ അഷ്ടമാധിപത്യം പോലുള്ള ദോഷപ്രദന്മാരായിട്ടുള്ള ഗ്രഹങ്ങളാവുക. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാം ആ സമയത്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് അത് കാത്തിരിക്കാനല്ല, ആ ശക്തിയെ കുറയ്ക്കാനുള്ള പ്രായശ്ചിത്തങ്ങളും പ്രതിവിധികളും ചെയ്തുകൊണ്ട് ഈ രോഗത്തിന്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ, ആ കാഠിന്യത്തെ കുറയ്ക്കാൻ അത് സഹായിക്കും. അപ്പൊ ഇത്ര രസകരമായിട്ട് ഒരു മാനുഷികമായിട്ടുള്ള ജാതക ചിന്തയില് കൃത്യമായിട്ടും രോഗാദി കാര്യങ്ങള് ദൂര കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കി അതിനെ പൂർണ്ണമായിട്ടും പരിഹരിക്കാനുള്ള ശേഷി അഥവാ ശക്തി അത് ജ്യോതിശാസ്ത്രത്തിന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഒരു ശാസ്ത്രലോകങ്ങളിൽ പരിശോധിക്കുമ്പോൾ ആധുനികമായിട്ടുള്ള ഇപ്പം വൈദ്യശാസ്ത്രത്തിന് രോഗം ഉണ്ടായെങ്കിൽ മാത്രമേ രോഗത്തിന്റെ നിദാനം നിർണ്ണയിക്കാൻ പറ്റൂ. അതിന്റെ കാരണം എന്തെന്ന് പറയുന്നത് രോഗം കാണണം. ജ്യോതിശാസ്ത്രത്തിന് അതല്ല. അദ്ദേഹത്തിന് 10 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന രോഗത്തിനെ പറ്റിയും നമുക്ക് നിർണയിക്കാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കി കൊടുക്കാൻ, അതിന്റെ പ്രായശ്ചിത്ത മാർഗങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ, സൽക്കർമ്മങ്ങൾ എന്തെല്ലാം അനുഷ്ഠിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, ആ വ്യക്തിയെ പ്രാപ്തമാക്കാനുള്ള ശക്തി ജ്യോതിശാസ്ത്രത്തിനുണ്ട്. ആ തരത്തിൽ വേണം നമ്മൾ ജാതക ചിന്തയാണെങ്കിലും ശരി, പ്രശ്നചിന്തയാണെങ്കിലും ശരി ചെയ്യേണ്ടത്. അപ്പം പരമാവധി പ്രായശ്ചിത്തം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ വേണ്ടത്? ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് ചെയ്തോളൂ എന്ന് ആണല്ലോ നമ്മളിപ്പോ സാധാരണ എന്തെങ്കിലും രോഗാദി വിഷയങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉടനെ പറയും മൃത്യുഞ്ജയവും ചെയ്തോളൂ, ഗണപതിഹോമം ചെയ്തോളൂ. അതിനേക്കാൾ ശക്തമായത് വ്രതാദികൾക്കാണ്. വ്രതാദി ഗുണങ്ങളിലൂടെ വേണം അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യാൻ. അപ്പം വ്രതം അദ്ദേഹത്തിന്റെ മനസ്സിനെ അഥവാ ദേഹത്തിനെ ഒരു സന്തുലിതമായ അവസ്ഥയിലേക്ക് എത്തിക്കും. ഇപ്പോ അമിതമായ ഭക്ഷണം കൊണ്ട് ഭഗവത്ഗീതയിലൊക്കെ വളരെ വിശദമായിട്ട് അത് പറയുന്നുണ്ട്. അമിതമായ ആഹാര ക്രമീകരണം നടത്തുന്നവർക്ക് രോഗാദി കാര്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ക്രമീകൃതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വ്രതം. നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കണ്ട, അല്ലെ മത്സ്യമാംസാദി തമോ ഗുണപ്രധാനങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ സേവിക്കണ്ട, ഇത്യാദി കാര്യങ്ങളിലൂടെ ഇത്ര കാലം നിങ്ങൾ വ്രതം എടുക്കൂ എന്ന് പറയുന്നതോടുകൂടെ അദ്ദേഹം ഈ രോഗത്തിന്റെ കാര്യത്തിന് വേണ്ടി ബോധവാനായി അതിൽ നിന്ന് ക്രമേണ അദ്ദേഹത്തിന് മോചിക്കാനുണ്ടാവുന്ന ഒരവസ്ഥ അവിടെ വന്നു ചേരുകയുന്നു. അങ്ങനെ വേണം ജ്യോതിശാസ്ത്രം കൃത്യമായിട്ട്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു അപജയം എന്താന്ന് വെച്ചാൽ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വഴിപാട് എഴുതി കൊടുക്കുന്ന. അപ്പൊ ക്ഷേത്രത്തിൽ വഴിപാട് എഴുതി കൊടുക്കുന്നതോടുകൂടെ ഇയാളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമാണ് ആദ്യം ശ്രേഷ്ഠമാക്കേണ്ടത്. ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ശ്രേഷ്ഠതയ്ക്ക് അനുസരിച്ച് വ്രതാദികളോടുകൂടെ അദ്ദേഹം ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഈ ചെയ്യുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങളുടെ ഗുണം പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ പ്രാപ്തമാവും. എന്ത്? ശരീരം, ശരീരത്തിലുള്ള മനസ്സ്, ശരീരത്തിലുള്ള ബുദ്ധി, ശരീരത്തിലുള്ള ആത്മാവ്. ആ തരത്തിൽ അദ്ദേഹം അതിനുവേണ്ടി ക്രമീകൃതമാക്കപ്പെടുന്ന ഒരവസ്ഥ അത് തയ്യാറാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഏത് ദോഷങ്ങളും
അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രാധാന്യം വ്രതാദികൾക്കാണ്. അതുകൊണ്ട് ദോഷകാലഘട്ടം വരുന്ന സമയത്ത്, ഇപ്പൊ ശനിദശ തുടങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ജ്യോതിഷക്കാരൻ അവരോട് പറയണം, ഇന്ന തരത്തിലുള്ള വ്രതാദികൾ അനുഷ്ഠിച്ചോളൂ, നിങ്ങൾക്ക് ഇന്ന രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യതകളെ കുറയ്ക്കാൻ വ്രതാദികൾക്ക് മാത്രമാണ്. വ്രതാദി എന്ന് പറയുന്നത് മനസ്സിന്റെ ശുദ്ധതയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതിനുവേണ്ടി ശരീരം ഭക്ഷണത്തിലൂടെ വേണം, വ്രതാദി കാര്യങ്ങളിലൂടെ ശരീരം മനസ്സും സ്വസ്ഥമായി തീരണേ, അങ്ങനെ വേണം.